ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്വീൻ ഓഫ് ടീയേഴ്സിൻ്റെ എപ്പിസോഡ് 1 പാർട്ട് 2 കാണാം. പാർട്ട് 1 അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് യൂൻവു ആ ഡിവോഴ്സ് പേപ്പറൊക്കെ എടുത്തു വെച്ച് നോക്കുന്നത് വരെയാണ്. അപ്പോൾ ഈ സമയത്ത് ഹാങ് അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. നീ പെട്ടെന്ന് തന്നെ ഡൈനിങ് റൂമിലേക്ക് വാ, എൻ്റെ ഫാമിലി നമ്മളെ കാത്ത് അവിടെ ഇരിക്കുകയാണെന്ന്. യൂൻവുവിനാണെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല, എന്നാലും അവ അങ്ങോട്ട് പോവേണ്. ഈ സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു അപ്പൂപ്പൻ വരുന്നുണ്ട്. ഈ അപ്പൂപ്പനാണ് ഹാങ്ങിൻ്റെ അപ്പൂപ്പൻ. ഇയാളാണ് ഈ ക്വീൻ കമ്പനിയുടെ ചെയർമാൻ. ഈ അപ്പൂപ്പൻ്റെ ഭാര്യ മരിച്ചു പോയെങ്കിൽ ഈ അപ്പൂപ്പൻ ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ഹാങ്ങിൻ്റെ ജയിലിലുള്ള ഒരു ആൻറ്റീനെയാണ്. അവിടെ ഒരു ചെറുക്കൻ ഇരിക്കുന്നില്ലേ, ആ ചെറുക്കൻ ഹാങ്ങിൻ്റെ അനിയനാണ്. അവൻ്റെ കൂടെ ഇരിക്കുന്ന ആ പെണ്ണാണ് അവൻ്റെ വൈഫ്. അവിടെ ഒരു വെള്ള ഉടുപ്പിട്ടും അതുപോലെ ഒരു പച്ച ഉടുപ്പിട്ടും ഇരിക്കുന്ന അവർ രണ്ടുപേരുമാണ് ഹാങ്ങിൻ്റെ അമ്മയും അച്ഛനും. ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ യൂൻവുവിന് വഴക്ക് പറയണം, അവൻ താമസിച്ച് വന്നെന്നും പറഞ്ഞ്. അങ്ങനെ യൂൻവു ആണെങ്കിൽ അവർക്ക് സോറി പറയുന്നു. ഇതിനിടയ്ക്ക് ഹാങ്ങിൻ്റെ സഹോദരനാണെങ്കിൽ യൂൻവുവിനോട് ചോദിക്കുന്നു, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രശ്നം നടന്നു, നീ എനിക്കത് സോൾവ് ചെയ്ത് തരുമോ എന്ന്. അപ്പോൾ യൂൻവു പറയും, അതിന് ഞാൻ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ലീഗൽ ടീം അല്ലല്ലോ, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ലീഗൽ ടീമിൻ്റെ അടുത്ത് നീ ചെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. യൂൻവു പറയുന്നത് കേട്ടിട്ട് ഹാങ്ങിൻ്റെ അമ്മ ചോദിക്കും, നീ എന്താ യൂൻവു ഇങ്ങനെ സംസാരിക്കുന്നത്? അവൻ്റെ പ്രശ്നത്തിൽ നിനക്ക് സോൾവ് ആക്കി കൊടുത്തൂടെ? ആ പ്രശ്നം സോൾവ് ആക്കി കൊടുത്തെന്നും പറഞ്ഞ് നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്ന്. ഇത് കേട്ടിട്ട് ഒന്നും തിരിച്ച് പറയാനില്ലാത്തതുകൊണ്ട് അങ്ങ് യൂൻവു അത് സമ്മതിച്ചു കൊടുക്കുന്നു. ഹാങ് ആണെങ്കിൽ ഇത് കേട്ടിട്ടൊന്നും ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നു. പിന്നെ ഹാങ്ങിൻ്റെ അച്ഛൻ സംസാരിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നിങ്ങളെപ്പറ്റി ഒരുപാട് റൂമേഴ്സാണ് ഒരുപാട് പേരും പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം. അതുപോലെ യൂൻവു നീ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി MBA കംപ്ലീറ്റ് ആക്കണമെന്ന്. അപ്പോൾ യൂൻവു പറയും, എനിക്കതിന് താല്പര്യമില്ലെന്ന്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന്. അപ്പോൾ ഹാങ്ങിൻ്റെ അച്ഛൻ പറയും, നീ ഒന്നും തിരിച്ച് പറയണ്ട, നിന്റെ നല്ലതിന് വേണ്ടിയായിരിക്കില്ലേ ഞങ്ങൾ എന്തായാലും പറയുന്നത്, അതുകൊണ്ട് നീ അതങ്ങ് അനുസരിച്ചാൽ മതിയെന്ന്. ഹാങ് ആണെങ്കിൽ അവളെ വീട്ടുകാർ ഇത്രയൊക്കെ യൂൻവുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഒരു വാക്ക് പോലും മിണ്ടാതെ അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. യൂൻവുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ ഇരിക്കാനും വയ്യ. അവിടുത്തെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും റൂമിലേക്ക് പോവേണ്. അപ്പോൾ യൂൻവു അവൾക്ക് ചെന്നിട്ട് ചോദിക്കും, നീ എന്താ അവർ സംസാരിച്ചതിനൊന്നും ഒരു മറുപടിയും പറയാതെ അവിടെ ഇരുന്നത്? അതുപോലെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മറ്റു രാജ്യത്തേക്ക് പോയാൽ കുഞ്ഞിനെ ആര് നോക്കുമെന്ന്. അപ്പോൾ അവൾ ഉടനെ പറയും, കുഞ്ഞിനെ നോക്കാനായിട്ട് നമുക്ക് ആരെങ്കിലും ഏൽപ്പിക്കാമെന്ന്. ഇവൾ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ അവന് ദേഷ്യം സഹിക്കാൻ വയ്യ. അങ്ങനെ അവൻ സംസാരിക്കാനായിട്ട് വീണ്ടും വരുമ്പോഴത്തേക്കും അവൾക്കൊരു കോള് വന്ന് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. കോൾ ചെയ്തേക്കുന്നത് അന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതുപോലെ മറ്റേതോ ഇൻ്റർവ്യൂ ടീമാണ് ഇപ്പോൾ കോൾ ചെയ്തേക്കണ. അവർ പറയുന്നത് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവും കൂടെ നമുക്ക് തരണേ എന്നാണ്. അപ്പോൾ അവൾ പറയും, അതേ തരാം, കുറച്ചും കൂടെ യൂൻവുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന്. ഇവളിങ്ങനെയൊക്കെ സംസാരിക്കണ കേട്ടിട്ട് യൂൻവുവിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അവൾ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവളോട് അവൻ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണെന്ന് കാണിക്കാനായിട്ടാണോ നീ ഇങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ മടുത്തു ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്ത് എനിക്ക് വയ്യ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ അത് ചെയ്തോ, പക്ഷേ എന്നെ അതിൽ ഉൾപ്പെടുത്തരുതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് യൂൻവു അവിടെ നിന്ന് പോകുന്നു. ആ സമയത്തും ഹാങ്ങിനൊരു കോള് വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്നത് അന്ന് വന്ന ഇൻ്റർവ്യൂക്കാരാണ്. അവർ ചോദിക്കുകയാണ്, യൂൻവുവിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അവൾ പറയും, വേണ്ട, നിങ്ങളതെനിക്ക് അയക്കും, ഞാൻ അതിൽ ചൂസ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതിയെന്ന്. അടുത്ത സീനിൽ ഹാങ്ങിൻ്റെ അനിയനെയാണ് കാണിക്കുന്നത്. അവൻ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹാങ് വന്ന് അവൻ്റെ തലക്കടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാടാ എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവരും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നത്? നീ ഇനി അങ്ങനെയാണോ സംസാരിച്ചാൽ നിന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് അടിക്കുന്നുണ്ട്. അടി സഹിക്കാൻ വയ്യാതെ അവൻ പറയും, ഞാൻ ഇനി അവനെ ഒന്നും പറയത്തില്ലെന്ന്. അതുപോലെ നീ എന്തിനാ ചുമ്മാ ഇപ്പം എന്നെ അടിക്കുന്നത്? നിങ്ങൾ കണ്ടാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല, പിന്നെ നീ എന്തിനാണ് അവന് വേണ്ടി എന്നെ വന്ന് അടിക്കുന്നതെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ ഇതിനൊന്നും ഉത്തരം പറയാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പോകുമ്പോഴത്തേക്കും അവൻ പറയണേ, നിനക്ക് പ്രാന്താണ്ടി, നിനക്ക് മുഴുത്ത പ്രാന്താണെന്ന്. അപ്പോൾ ഇവ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നു. അവൾ നോക്കുന്നത് കണ്ടിട്ട് അവൻ പറയും, ഒന്നുമില്ല, നീ പൊയ്ക്കോന്ന്. അടുത്ത സീനിൽ യൂൻവുവിനെ അവൻ്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് കുടിക്കുകയാണ്. യൂൻവു ആണെങ്കിൽ നല്ല ചിരിച്ചുകൊണ്ടൊക്കെയാണ് അവൻ്റെ സംസാരിക്കണത്. എന്നാലും കൂട്ടുകാരനറിയാം അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് അവൻ പറയും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ പറയുന്നു. അപ്പോൾ യൂൻവു ആണെങ്കിൽ പറയണേ, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിനക്ക് എന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെയെന്ന്. ഇവ എന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കരച്ചിൽ തുടങ്ങിയിട്ട് പറയാണ്, എൻ്റെ അടുത്ത് എപ്പോഴും ഹാങ് പറയുമായിരുന്നു, നീ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടാണെന്ന്,
ഞാൻ ഇത്രയും ക്യൂട്ടായതുകൊണ്ടല്ലേ അവൾ എന്നെ പെട്ടെന്ന് എന്നെ പ്രേമിക്കാൻ തുടങ്ങിയത്. ദൈവമേ, എന്തിനാ എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടതെന്ന്. അതുപോലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ കല്യാണവും കഴിക്കില്ലായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും സന്തോഷവും കണ്ടനേന്ന്. എന്നിട്ട് അവൻ വീണ്ടും കരയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ എണീറ്റിട്ട് പറയും, നീ വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. ഇത് കേട്ട് അവൻ പറയും, കുഴപ്പമില്ല, നീ പൊയ്ക്കോ, നിൻ്റെ വൈഫ് നിന്നെ കാത്തിരിക്കുകയായിരിക്കൂലേ, നീ പൊയ്ക്കോ എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, ഞാൻ എങ്ങനെ നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് പോകുമെന്ന്. അപ്പോൾ യൂൻവു പറയും, നീ എന്നെ വിട്ടിട്ട് പോയാലും കുഴപ്പമില്ല, എന്നെ ഫോളോ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അവൻ പറയും, ഓ ഞാൻ വിശ്വസിച്ചത് തന്നെന്ന്. അപ്പോൾ യൂൻവു ചോദിക്കും, നിനക്ക് വിശ്വാസം വരുന്നില്ലേ, അവിടോട്ട് നോക്ക്, രണ്ടുപേരിരിക്കുന്നത് കണ്ടില്ലേ, അവരെന്നെ ഫോളോ ചെയ്ത് വന്നതാണ്, നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് എണീക്കുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന അവർ രണ്ടുപേരും അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അവനെ ഫോളോ ചെയ്ത് വന്നവർ തന്നെയാണ് ആ രണ്ടുപേരും എന്ന്. യൂൻവു അപ്പോൾ ചോദിക്കും, ഇപ്പം നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്, നീ എന്തായാലും പൊയ്ക്കോ, നിൻ്റെ വൈഫിന് എന്നെ കാരണം നിന്നെ അകത്ത് കയറ്റാതിരുന്നാലോ, നീ എന്തായാലും പൊയ്ക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന്. കൂട്ടുകാരൻ പോയിട്ട് അവനും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അവൻ പോകുന്ന വഴി അത്രയും കരഞ്ഞാണ് പോകുന്നത്, അതും നില വിളിച്ച് കരഞ്ഞാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് പറയണേ, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വരുന്നതാണെന്ന്, എന്നെ ഒന്ന് സമാധാനമായിട്ട് കരയാൻ പോലും നീ ഒന്ന് സമ്മതിക്കില്ലേ എന്ന്. പിന്നെ യൂൻവുവിനെയാണ് കാണിക്കുന്നത്. അവൻ വീട്ടിലെത്തിയതുപോലെ. ഹാങ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ യൂൻവുവിനെ കാത്തിരിക്കുകയാണ്. അവൻ ഒരു പക്ഷേ വന്ന് റൂമിൻ്റെ വാതിൽ മുട്ടുകയാണെങ്കിൽ ആ കതവ് തുറക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ യൂൻവു ആണെങ്കിൽ അവൾക്കൊന്നും മിണ്ടാതെ അവിടെ വന്നിട്ട് പോകുന്നു. ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഹാങ്ങിന് എന്തോ പോലെ തോന്നി അവൾ ആ റൂമിനകത്ത് ചെന്നിരിക്കുന്നു. അവളവിടെ ചെന്നിരുന്നിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് യൂൻവുവിൻ്റെ ഫോട്ടോസ് നോക്കുകയാണ്. എന്നിട്ട് അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുകയാണ് ആ പബ്ലിഷേഴ്സിന് കൊടുക്കാൻ വേണ്ടി. അടുത്ത ദിവസം യൂൻവു ആണെങ്കിൽ ജയിലിലേക്ക് പോവുകയാണ് ഹാങ്ങിൻ്റെ ആൻറ്റിയെ കാണാൻ. ഈ ആൻറ്റി ഹാങ്ങിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ്. ഇവർ ഈ കഥയിൽ 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് അപ്പൂപ്പൻ്റെ സ്വത്തടിച്ച് മാറ്റാൻ വേണ്ടിയാണ്. ഇവർ അപ്പൂപ്പൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയാണ് ഈ ജയിലിൽ വന്ന് കിടക്കുന്നത്. ഇപ്പം യൂൻവു ഇവിടെ വന്നിരിക്കുന്നതും അപ്പൂപ്പൻ പറഞ്ഞിട്ട് തന്നെയാണ്. ഇന്ന് അപ്പൂപ്പൻ്റെ ഭാര്യ അഥവാ ഇവരെ അമ്മ മരിച്ച ദിവസമാണ്. അപ്പം അതിൻ്റെ സെറിമണിയിലേക്ക് പോകാനായിട്ട് ഇവരെയും കൂടെ പുറത്തേക്ക് വിടണേ എന്ന് പറയാനാണ് ഇവ ഇവിടെ വന്നത്. പിന്നെ വൈകിട്ട് സെറിമണി അറ്റൻഡ് ചെയ്യാൻ എല്ലാവരും വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. ആ സെറിമണിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നതൊക്കെ യൂൻവുവും അതുപോലെ ഹാങ്ങിൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡുമാരും ചേർന്നാണ്. യൂൻവുവിനെ പോലെ തന്നെയാണ് അവരും ഇവിടെ വന്ന് പെട്ടുപോയതാണ്. പക്ഷേ യൂൻവുവിനാണ് ഇതിൽ ഏറ്റവും കൂടുതലും പ്രശ്നങ്ങളുള്ളത്. അടുത്ത സീനിൽ അപ്പൂപ്പൻ്റെ ഗേൾ ഫ്രണ്ട് വരെയാണ് ആ സെറിമണി അറ്റൻഡ് ചെയ്യാനായിട്ട്. ആ വീട്ടിലുള്ള ആർക്കും അപ്പൂപ്പൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇഷ്ടമല്ല. എന്നാലും അപ്പൂപ്പൻ്റെ ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. പിന്നെ അവരെല്ലാവരും കൂടെ അപ്പൂപ്പൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ അവിടെ ജയിലിനകത്തായിരുന്ന ആ ആൻറ്റി വരികയാണ്. വന്നിട്ട് അവർ പ്രശ്നമുണ്ടാക്കുന്നുമുണ്ട്. അവർ പറയണേ, ഈ ലേഡിയെ കാരണമാണ് എൻ്റെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതെന്ന്. അപ്പോൾ പെട്ടെന്ന് ഹാങ്ങിൻ്റെ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെയാടി അമ്മ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ, അല്ലാതെ ഈ ലേഡിയായിട്ട് അതെന്ത് ബന്ധമാണ് ഉള്ളതെന്ന്. അപ്പോൾ അവർ പറയും, നീ ചുമ്മാതിരി, അങ്ങനെയല്ല, ഇവരെ കാരണമാണ് എൻ്റെ അമ്മ മരിക്കാനുള്ള കാരണം, ഇവരെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല, നോക്കിക്കോന്ന്. ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരൊക്കെ ഇവർക്ക് വട്ടാണെന്നുള്ള രീതിയിലാണ് ഇവരെ നോക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും അവിടെ പുറത്ത് അപ്പൂപ്പൻ്റെ മറ്റൊരു മകനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ അപ്പൂപ്പ അതെല്ലാം മുകളിൽ നിന്ന് കണ്ടിട്ട് പറയാണ്, അവൻ ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നേക്കണം, അല്ലാതെ അവൻ്റെ അമ്മയടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന്. അവിടെ കസി സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡുമാർ പറയാണ്, നമ്മളെ ഒരു വിധി തന്നെ, നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ഇവിടെ ബുദ്ധിമുട്ടി പോകുന്നത് യൂൻവു ആണ്. അവൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണിന്ന്, എന്നിട്ട് പോലും അവൻ അങ്ങോട്ട് പോകാൻ പോലും പറ്റുന്നില്ലെന്ന്. പിന്നെ ഹാങ്ങിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അയാൾ യൂൻവുവിനോട് പറയുകയാണ്, നമ്മളെ കമ്പനിയിൽ നിന്നൊരു എംപ്ലോയി റിസൈൻ ചെയ്ത് പോവുകയാണ്, നീ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. കാരണം അയാളിന് നമുക്കിട്ട് പണിയാൻ വേണ്ടിയാണോ ഇനി റിസൈൻ ചെയ്തിട്ട് പോണേന്ന് അറിയത്തില്ല, എന്നാൽ അവനെ അങ്ങ് തീർത്ത് കളയാൻ വേണ്ടിയാണ്. എന്തായാലും നീ ഒരു കത്ത് റെഡിയാക്കി വെച്ചോ എന്ന്. ഇത് കേട്ടാണെങ്കിൽ അവൻ ചിന്തിക്കുകയാണ്, അയ്യോ ദൈവമേ, അപ്പം ഞാൻ ഇയാളെ മോളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഇയാൾ അറിഞ്ഞാൽ എന്നെ ഇങ്ങനെ ഒരു കാലത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന്. ഇത്രയും കാണിച്ചാണ് ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അതുപോലെ ഒരു ഹായ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രാമേനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, ബൈ ബൈ.